Rama Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Krishna Hare Krishna 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 Hare 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 Rama Hare Rama Rama Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna 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 Hare Hare Hare
Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Hari Bol. Jayam Vishnupad Paramahamsa Parivajagacharya Shtottara Satasri Srimad His Divine Grace Abhay Charanaravinda Bhaktivedanta Swami Srila Prabhupada ki ISKCON Founder Acharya Srila Prabhupada ki Ananta Koti Vaishnava Vrinda ki Prem se kaho Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhar Shivasadi Gaura Bhakta Vrinda ki Namacharya Srila Haridas Thakur ki Srila Prabhupada ki Prabhupada Anugha ki Samaveta Bhakta Vrinda ki Nittai Gaur Premanande. All glories to assembled devotees, all glories to assembled devotees, all glories to assembled devotees, all glories, all glories, all glories to Shri Guru and Gauranga, all glories to Prabhupada. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Reading from Srimad Bhagavatam, Canto 4, Chapter 19, Text 12. Dale. Tam Atrir Bhagavan Aikshat Tva Ramanam Vihayasa Amuktam Iva Pakhandam Yo Adharme Dharma Vibramaha. Please repeat. Tam Atrir Bhagavan Aikshat Tvaramanam Vihayasa Amuktam Iva Pakhandam Yo Adharme Dharma Vibramaha. Tam Atrir Bhagavan Aikshat Tvaramanam Vihayasa Amuktam Iva Pakhandam Yo Adharme Dharma Vibramaha. Tam Atrir Bhagavan Aikshat Tvaramanam Avihayasa Amuktam. Oh, what happened? Oh, I would. Amuktam Iva Pakhandam Yo Adharme Dharma Vibramaha. Tam Atrir Bhagavan Aikshat Tvaramanam Vihayasa Amuktam Iva Pakhandam Yo Adharme Dharma Vibramaha. Word to word translation you can read. തം രാജാവ് അത്രി മുനി ഭഗവാൻ ഏറ്റവും ശക്തൻ ഐക്ഷത് കാണാൻ കഴിഞ്ഞു. ത്വരമാണം വളരെ വേഗം നീങ്ങുന്നത് വിഹായസ ശൂന്യാകാശത്തിൽ ആമുക്തം ഇവ മുക്തനായ വ്യക്തിയെപ്പോലെ പാഖണ്ഡം ആൾമാറാട്ടക്കാരൻ യാ ഒരുവൻ അധർമ്മേ അധർമ്മത്തിൽ ധർമ്മേ ധർമ്മത്തിൽ വിഭ്രമ തെറ്റിദ്ധരിക്കുക. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്.
ഇന്ദ്രൻ മോചിതനായ ഒരു വ്യക്തിയുടെ വേഷത്തിൽ വന്നാണ് ഈ ആകാശത്തെ അപഹരിച്ചു കൊണ്ടുപോയത്. വാസ്തവത്തിൽ ധാർമ്മികതയുടെ പരിവേഷം സൃഷ്ടിച്ച് ചതി നടത്താൻ ധരിച്ച വ്യാജവേഷമായിരുന്നു ഇത്. ഈ രീതിയിൽ ഇന്ദ്രൻ ശൂന്യാകാശത്തിലൂടെ പോകുമ്പോൾ അത്രി മഹാമുനി അത് കാണുകയും എല്ലാ സാഹചര്യങ്ങളും ഗ്രഹിക്കുകയും ചെയ്തു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ശ്ലോകത്തിൽ പാഖണ്ഡൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ള പദം ചിലപ്പോൾ പാഷണ്ഡൻ എന്ന് ഉച്ചരിക്കാറുണ്ട്. ഈ രണ്ട് വാക്കുകളും സ്വയം ധാർമ്മികനായി അവതരിപ്പിക്കുകയും പാപകർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആൾമാറാട്ടക്കാരനായ ഒരുവനെ സൂചിപ്പിക്കുന്നു. ഇന്ദ്രൻ കാവ്യനിറമുള്ള വേഷം മറ്റുള്ളവരെ ചതിക്കാനുള്ള മാർഗമാക്കുകയായിരുന്നു. ഈ കാവ്യവസ്ത്രം ധാരാളം ആൾമാറാട്ടക്കാർ തങ്ങളെ മോചിതാത്മാക്കളായോ ദൈവത്തിൻ്റെ അവതാരമായോ സ്വയം അവതരിപ്പിക്കാൻ ദുരുപയോഗം ചെയ്യാറുണ്ട്. ഈ രീതിയിൽ ജനങ്ങൾ ചതിക്കപ്പെടുന്നു. നമ്മൾ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ബദ്ധാത്മാക്കൾക്ക് സ്വതേ ചതിക്കുവാനുള്ള പ്രവണതയുണ്ട്. അതിനാൽ ദേവേന്ദ്രനെ പോലെയുള്ളവരിലും ഈ ഗുണം കാണാം. ദേവേന്ദ്രൻ പോലും ഭൗതിക മാലിന്യങ്ങളുടെ കുരുക്കുകളിൽ നിന്ന് മോചിതൻ അല്ലെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ആമുക്തം ഇവ മോചിതനെ പോലെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. താൻ ലൗകിക കാര്യങ്ങളെല്ലാം പരിത്യജിച്ച് ഭഗവാന്റെ സേവനത്തിൽ മാത്രം മുഴുകി കഴിയുകയാണെന്ന് ലോകത്തോട് നടത്തുന്ന പ്രഖ്യാപനമാണ് ഒരുവൻ്റെ സന്യാസി വേഷം. അത്തരമൊരു ഭക്തൻ യഥാർത്ഥ സന്യാസിയായിരിക്കും, അഥവാ മോചിതനായ വ്യക്തിയായിരിക്കും. ഭഗവത്ഗീതയിൽ 6.1 പറഞ്ഞിരിക്കുന്നു, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയഃ സ സന്യാസീച്ച യോഗീച്ച ന നിരഗ്നിർ ന ചാക്രിയ. കർമ്മഫലങ്ങളിൽ ആസക്തനാകാതെ ധാർമ്മികമായ പ്രതിബദ്ധത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്നവൻ പരിത്യാഗ ജീവിതക്രമത്തിലായിരിക്കും. അവനാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നി തെളിയിക്കാത്തവനോ കർമ്മം ചെയ്യാത്തവനോ അല്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സ്വന്തം കർമ്മഫലം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് സമർപ്പിക്കുന്നവൻ യഥാർത്ഥ സന്യാസിയും യോഗിയുമായിരിക്കും. സന്യാസിമാരെയും യോഗികളെയും വഞ്ചിക്കുന്ന പ്രവണത പൃഥുമഹാരാജാവിൻ്റെ യാഗത്തിൻ്റെ കാലത്ത് പോലും ഉണ്ടായിരുന്നു. ഈ ചതി വളരെ മടയത്തരത്തിലാണ് ദേവേന്ദ്രൻ ചെയ്തത്. ചില യുഗങ്ങളിൽ അത്തരം ചതികൾ വളരെ പ്രസിദ്ധങ്ങളായിരുന്നു. ചില യുഗങ്ങളിൽ അവയ്ക്ക് പ്രസിദ്ധി ഇല്ലാതായി. സദാ ജാഗ്രത ഉള്ളവരായിരിക്കേണ്ടത് ഒരു സന്യാസിയുടെ ധർമ്മമാണ്. ചൈതന്യ ഭഗവാൻ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ സന്യാസീര അല്പഛിദ്ര സർവലോകേ ഗായ. ഒരു സന്യാസിയുടെ ജീവിതത്തിലെ ചെറിയ കളങ്കം പോലും ജനങ്ങൾ പർവ്വതീകരിച്ച് കാട്ടും. ചൈതന്യ ചരിതാമൃതം മധ്യലീല 12.51. ആകയാൽ ഒരുവന് വളരെ ആത്മാർത്ഥതയും ഗൗരവവും ഇല്ലാത്ത പക്ഷം സന്യാസക്രമം സ്വീകരിക്കരുത്. ആരും സന്യാസം ജനങ്ങളെ ചതിക്കാനുള്ള ഉപാധിയാക്കരുത്. പ്രകോപനങ്ങൾ അതിശക്തമായ കലിയുടെ ഈ യുഗത്തിൽ സന്യാസം സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉന്നതമായ ആധ്യാത്മിക അവബോധമുള്ള വ്യക്തിക്ക് സന്യാസത്തിന് ഉദ്യമിക്കാം. ആരും ജീവിതോപാധിയായോ ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടിയോ സന്യാസം സ്വീകരിക്കരുത്. ഓം തത്സത്. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥനവിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാർ ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യുവർ ലോട്ടസ് ഹാൻഡ് ടച്ച് ആവശ്യമാണ്, ഇല്ലെങ്കിൽ ഇത് തുറക്കില്ല. സോ തം അത്രീർ ഭഗവാൻ ഐക്ഷത് ത്വരമാനം വിഹായ യസ ആമുക്തം ഇവ പാഖണ്ഡം
യോ അധർമ്മേ ധർമ്മവിഭ്രമ. ഇത് വന്നിട്ട് പ്രീതു മഹാരാജ് ഭഗവാനുടെ ശക്തിയാവേശ അവതാരം ശാസനം ചെയ്യുന്നപ്പോൾ അദ്ദേഹം വളരെ കേപ്പബിൾ ഒരു രാജായിരുന്നു, വലിയ ഒരു യോഗ്യതയുള്ള രാജ. ഭഗവാനുടെ ശക്തി ആവേശ അവതാരം, ഭഗവാനുടെ അവതാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ആഴ്ന്ന ശക്തി അദ്ദേഹത്തിനടുത്ത് ഭഗവാൻ കൊടുത്തിരിക്കുന്നു, ശക്തി ആവേശം. അപ്പോൾ അതായത് കൊണ്ട് അദ്ദേഹം വളരെ സക്സസ്ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അശ്വമേധ യാഗം പ്രജാവിന് വേണ്ടിയിട്ടും ജനങ്ങളിന് വേണ്ടിയിട്ടും അദ്ദേഹം അശ്വമേധ യാഗം ചെയ്തു. അശ്വമേധ യാഗം ചെയ്ത 100 അശ്വമേധ യാഗം ചെയ്ത നിങ്ങൾക്ക് ഇന്ദ്ര പദവി കിട്ടാൻ സാധ്യമാണ്. യു ബിക്കം ക്വാളിഫൈഡ് ടു ബിക്കം ഇന്ദ്ര. പക്ഷേ ഓൾറെഡി ഇന്ദ്രൻ അവിടെ ഉണ്ട്. ഇപ്പോൾ വേറെ ആരെങ്കിലും ക്വാളിഫൈഡ് ആയ ആ ഇന്ദ്രൻ എന്ന പേടി എൻ്റെ പദവി പോകും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇന്ദ്രൻ പേടിച്ചു. അപ്പോൾ 99th അശ്വമേധ യാഗം നടക്കുന്നപ്പോൾ 100 ഇനിയൊന്ന് കഴിഞ്ഞാൽ 100 ആവും. അദ്ദേഹം വന്നു, ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് ആ കുതിരയെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയി. 100ാമത്തത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 100 സെഞ്ചുറി അടിക്കാൻ സാധിച്ചില്ല പ്രീതു മഹാരാജിന്. അപ്പോൾ ആ കുതിരയെ കൂട്ടിക്കൊണ്ട് പോയി, എടുത്തോണ്ട് പോയി. ബോൾഡ്, വെരി ബോൾഡ്. അതിന് സന്യാസിയുടെ വേഷത്തിൽ വന്നു, എല്ലാം നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നു. സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് എടുത്തിട്ട് പോകുന്നപ്പോൾ ഇവിടെ പറയുന്ന അത്രി മുനി കണ്ടു, എല്ലാം മനസ്സിലാക്കി ഇന്ദ്രൻ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഇന്ദ്രന് ഇത് മനസ്സിലായി. അപ്പോൾ പ്രീതു മഹാരാജിനെ മനസ്സിലായി. ബ്രാഹ്മണന്മാരുടെ അടുത്ത് സംസാരിച്ചു. ക്ഷത്രിയ വന്നിട്ട് ബ്രാഹ്മണന്മാരത് എന്താ ചെയ്യേണ്ടത്, ഇത് സഫലമാകണമെന്നല്ലോ നമ്മുടെ 100 അശ്വമേധ യാഗം, അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കൺസൾട്ടൻസി ചെയ്തു. അപ്പോൾ പ്രീതു മഹാരാജ് കൺസൾട്ട് ചെയ്തിട്ട് എന്തായെങ്കിലും ഒരു യാഗത്തിൽ എന്ത് വേഷിട്ടുകൊണ്ട് വന്നാലും അദ്ദേഹം ഇന്ദ്രനാണെന്ന് നമുക്കറിയാം. വേഷം എക്സ്റ്റേണലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, നമ്മൾ ക്ഷത്രിയന്മാരാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രീതു മഹാരാജിൻ്റെ മകൻ അജിത അദ്ദേഹം പിറകെ പോയി. പിന്നെ ചർച്ചയൊക്കെ നടന്നു, അതും ഇതൊക്കെ ആയി. ഇന്ദ്രന് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ദ്ര വെന്റ് ആൻഡ് അപ്പീൽഡ് ടു വിഷ്ണു. ഇത് ചെയ്താൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാനല്ല, ഐ ആം ഇൻ ചാർജ്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടീസൊക്കെ ഡിസ്റ്റർബ് ആകും, ഇയാൾ 100 ഇത് ചെയ്താന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിഷ്ണു വന്നിട്ട് ഇന്ദ്രന് കൂടെ വന്നു. ഗരുഡൻ ഇന്ദ്രൻ്റെ കൂടെ വന്നിട്ട്, ഇത് വലിയ വളരെ നല്ല ഒരു പാസ്റ്റ് ടൈമാണ്, ഞാൻ ചുരുക്കമായിട്ട് പറയുന്നത്. പിന്നെ വിഷ്ണു വന്നിട്ട് പ്രീതു മഹാരാജിൻ്റെ അടുത്ത് സംസാരിച്ചു. നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ 100 അശ്വമേധ യാഗം, നിങ്ങൾ പ്രീതു അല്ലേ, പ്രീതു മഹാരാജല്ലേ എന്ന് പറഞ്ഞിട്ട് സമാധാനം പറഞ്ഞു. ബി സാറ്റിസ്ഫൈഡ് വിത്ത് 99. അപ്പോൾ പ്രീതു മഹാരാജ് പറഞ്ഞു, ആസ് ഭഗവാന് പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുന്നു, എനിക്ക് അതാണ് സാറ്റിസ്ഫൈയിങ്, ഭഗവാനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ യാഗങ്ങളെല്ലാം ഭഗവാൻ പറയുന്നത് ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വമാം ശാന്തി മൃച്ഛതി. ഞാനാണ് യജ്ഞത്തിൻ്റെ തപസ്സിനെല്ലാം അതിൻ്റെ ഫലമൊക്കെ, അതിൻ്റെ ഓഫറിംഗ് ഒക്കെ എനിക്കാണ് എത്തുന്നത്.
I am the enjoyer of that sacrifice. ഭോക്താറാം യജ്ഞതപസാം. അപ്പോൾ എനിക്ക് സന്തോഷമാണ്, എനിക്ക് അനുമതിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 ചെയ്യണ്ട. ഐ എം ഓൾറെഡി ഹാപ്പി വിത്ത് 99. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണോ അത് കിട്ടും. ബട്ട് ഡോണ്ട് ഡു 100. ആ നമ്പർ മാത്രം ചെയ്യണ്ട. ഇയാൾക്ക് ഇഷ്ടമില്ല എന്ന് പറയും, ഡിസ്റ്റർബ് ആവുന്നു, എല്ലാം നമുക്ക് മറ്റേ ഡിസ്റ്റർബൻസൊക്കെ ആവുന്നു. ഇത് ശരിയല്ല. അദ്ദേഹം ചെയ്തതും കറക്റ്റല്ല. പക്ഷേ ബിക്കോസ് ഈസ് എ ലീഡർ ആൻഡ് ഈസ് റെസ്പോൺസിബിൾ, അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടീസൊക്കെ ഉണ്ടെന്ന് അതിനെ ഡിസ്റ്റർബായി എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റി. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് തിങ്. തെറ്റ് ചെയ്യുന്നയാൾ, പക്ഷേ അയാൾ ഭക്തനാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ പൃഥു മഹാരാജും ഭഗവാനും ചേർന്നിട്ട് തീരുമാനിച്ചു അയാൾ പോട്ടെ, സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ചില ലീഡേഴ്സ് ചില കാര്യങ്ങൾ ചെയ്യും, അവർക്കത് നല്ല ലീഡേഴ്സാണ്, പക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് ഒരു ഇറിറ്റേഷനായി വേറെ മാതിരി അവരുടെ ബിഹേവിയർ എല്ലാം മാറും. ചിലപ്പോൾ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരി കുഴപ്പമില്ല ചെയ്യില്ല എന്ന് പറയും. ഇത് യോജിപ്പോടെ നല്ല ഒരു മെച്യൂരിറ്റിയോടെ നമ്മൾ ചെയ്യും ചിലപ്പോൾ. ബിക്കോസ് ഹ്യൂമൻ ബിഹേവിയർ ഇസ് ലൈക്ക് ദാറ്റ്. ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഈവൻ ഇന്ദ്ര ഈസ് നോട്ട് ഫ്രീ ഫ്രം എൻവി, ഡിസയർ ഫോർ പൊസിഷൻ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി. എന്താ ചെയ്യേണ്ടത്? ബെറ്റർ കോമ്പൻസേറ്റ്. ഇപ്പം നമുക്കെല്ലാം ഒരു നന്നായിട്ട് ജീവിക്കാമെന്ന്, ഡിസ്റ്റർബൻസ് ഇല്ലാതെ. ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം നമ്മൾ നോക്കണം, ഇതിനെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പ്രഭുപാദത്തിൻ്റെ പർപ്പോട്ടിൽ കമൻറ്റ് ചെയ്യുന്നത് പാഖണ്ഡി, ചീറ്റർ. 4 വിധമായിട്ടുള്ള ആൾക്കാർ ഈ കലിയുഗത്തിൽ വരും. ചീറ്റേഴ്സ്, ആത്മീയമായിട്ടുള്ള കാര്യം പറയും, പക്ഷേ അവർ ആക്ച്വലി പാഖണ്ഡി ആണ്. പാഷാണ്ഡി, പാഖണ്ഡി, രണ്ടും ഒന്ന്. പ്രഭുപാദ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, വാട്ട് ഇസ് ഇറ്റ്, ധർമ്മഭാദോ വിധർമ്മസ്യാത് പരധർമ്മോ അന്യചോദിത ഉപധർമ്മസ്തു പാഖണ്ഡോ ഡംബോ വ ശബ്ദവിച്ചല. 4 വിധമായിട്ടുള്ള സന്യാസിമാർ ഇല്ലെങ്കിൽ ഹോളി പേഴ്സൺ, ഗോഡ് മെൻ പോലുള്ള ആൾക്കാർ വരും. വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ. ഇവരെ വിശ്വസിക്കരുത്, ഇവരെല്ലാം ചീറ്റേഴ്സ്. 4 വിധമായിട്ടുള്ള ചീറ്റേഴ്സ് വരും. കാണുന്നപ്പോൾ അവർ വളരെ നന്നായിരിക്കും, സംസാരിക്കുന്നപ്പോൾ ഇനി കൂടുതൽ നന്നായിരിക്കും, വളരെ സ്വീറ്റ്. ശബ്ദവിച്ചല, നാവ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണ്, അതിൽ എക്സ്പെർട്ടാണ്. സരസ്വതി കടാക്ഷം ഉണ്ടാവും. സംസാരിക്കുമ്പോൾ നമ്മൾ മയങ്ങിപ്പോവും. അവർ അങ്ങനെ നന്നായിട്ട് സംസാരിക്കും, പക്ഷേ ചീറ്റേഴ്സാണ് അവർ. ധർമ്മ, ഐ ഡോണ്ട് റിമെമ്പർ ദിസ് ഫോർ, ബട്ട് ഐ ജസ്റ്റ് റിമെമ്പർ ദ ശ്ലോക വേഗ്ലി. സോ അതിൽ ഉപധർമ്മസ്തു പാഖണ്ഡ ശബ്ദോവാ ഡംഭോവാ ശബ്ദവിച്ചല, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. സോ ഇതേപോലെ പ്രഭുപാദ് ഇവിടെ പറയുന്നത്, ഇന്ദ്രനാണ് ഇത് തുടങ്ങിയത്. ചീറ്റിംഗ്, സാഫ്രോൺ ചീറ്റിംഗ് തുടങ്ങിയത് ഇന്ദ്രനാണെന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ ഫൗണ്ടർ ആചാര്യ. ചീറ്റിംഗ്, സാഫ്രോൺ ചീറ്റിംഗ് സന്യാസീസിയുടെ ഫൗണ്ടർ ആചാര്യ വന്ന് ഇന്ദ്രൻ. ഈ ഇന്ദ്ര ഡസ് ഓൾ സോർട്സ് ഓഫ് തിങ്സ്. അതിന് ഈ ആങ്സൈറ്റിയിൽ പലതും ചെയ്യും, ആൻഡ് ഹി ഗെറ്റ്സ് ഇൻ ടു ട്രബിൾ. ഇത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ അദ്ദേഹം അങ്ങനെയാണ്. പക്ഷെ ചീറ്റിംഗ് സന്യാസി, ഈ സാഫ്രോൺ കളർ കാവ്യ വസ്ത്രം ഇട്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് വർണ്ണാശ്രമധർമ്മത്തിൽ കൾച്ചേർഡ് പീപ്പിൾ, ആര്യ സമാജം, അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തിം കരം അർജുന, അനാര്യ, അൺസിവിലൈസ്ഡ് പേഴ്സൺ, അൺകൾച്ചേർഡ് പേഴ്സൺ, അങ്ങനെ ഒരു എന്താ പറയുക മലയാളത്തിൽ സഭ്യത ഇല്ലാതെ, സച്ച് എ പേഴ്സൺ യു ആർ ആക്ടിങ് ലൈക്ക് എന്ന് പറഞ്ഞു. ആര്? കൃഷ്ണൻ വന്നിട്ട് അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, ആക്ടിങ് ലൈക്ക് അൺസിവിലൈസ്ഡ് ഫെലോ. ഹൗ കെൻ യു സേ യു വിൽ നോട്ട് ഫൈറ്റ് ദ വാർ?
യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറയും? അപ്പോൾ യു ബിക്കം അനാര്യ. അപ്പോൾ ആര്യ എന്ന് പറഞ്ഞാൽ ഡൂയിങ് യുവർ ഡ്യൂട്ടീസ് പ്രോപ്പർലി, ധർമ്മം അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വർണ്ണാശ്രമ ധർമ്മം എന്താണെന്ന് അനുസരിച്ച് ചെയ്യുന്നത് ആര്യനാണ്. സോ സിവിലൈസ്ഡ് ആൾക്കാരിൽ അവർ ഒന്നത് കാവി വസ്ത്രത്തെ കണ്ടാൽ അവരവരെ റെസ്പെക്റ്റ് ചെയ്യും. ഒരു സന്യാസി കണ്ട, എന്തായാലും ഞാൻ പറഞ്ഞു, സന്യാസിയെ കണ്ട ഉടനെ നമസ്കരിക്കണം. ഒരു കാവി വസ്ത്രമിട്ട സന്യാസി കണ്ട അദ്ദേഹം ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസി 4ാമത്തെ ഈ ആശ്രമത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്, അദ്ദേഹത്തിൻ്റെ അസോസിയേഷൻ ആവശ്യമാണ്, അദ്ദേഹം എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ തന്നെങ്കിൽ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് ചോദിച്ച് നമസ്കരിക്കും. ഇതാണ് കൾച്ചർ. അച്ഛനമ്മയും കണ്ട ദേ വിൽ ഓൾസോ പേ റെസ്പെക്റ്റ്. സീനിയറായിട്ട് ആരെങ്കിലും വന്നാൽ റെസ്പെക്റ്റ്. ഇതിലെ ഒരു കൾച്ചർ ഓഫ് റെസ്പെക്റ്റ്. അതായത് കൊണ്ട് നിങ്ങൾ ഈ വേഷം ഇട്ടാൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടും. വളരെ ഈസി ആയിട്ട് റെസ്പെക്റ്റ് കിട്ടും. അപ്പോൾ ഇസ്കോണിനകത്ത് വന്ന് ഈ കാവ്യ വസ്ത്രം ഇട്ടുകൊണ്ട് ബ്രഹ്മചാരിയാകെ ഇല്ലെങ്കിൽ സന്യാസിയായിട്ട് നമ്മൾ ഇരുന്ന പല പേര് വന്നിട്ട് നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കും. ആ റെസ്പെക്റ്റ് എല്ലാം എനിക്കാണെന്ന് വിചാരിക്കേണ്ട. ആ റെസ്പെക്റ്റ് ആ കാവ്യ വസ്ത്രത്തിൻ്റെ സ്ഥിതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ റെസ്പെക്റ്റ് വേണ്ടിയിട്ട് ഞാൻ കാവ്യ വസ്ത്രം ഇട്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ജീവിതം ഫിനിഷാവും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഡിഡ് ഐ ടെൽ യു അബൌട്ട് ദ ഡോങ്കി? ആ കഴുത, ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ സ്റ്റോറി? ഐ തിങ്ക് ഓൺലൈൻ വെസ്റ്റ്. കഴുത ബീസ്റ്റ് ഓഫ് ബേർഡൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ ചുമ വെയിറ്റ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്തുവാണ് കഴുത. വേറെ ഒന്നും കൊല്ലില്ല. ഈ ധോബി ആൾക്കാരെല്ലാം മുകളിലോട്ട് ഇങ്ങനെ തുണി എടുത്തുകൊണ്ട് പോകും, അങ്ങനെ. പിന്നെ 2 അടിയും കൊടുക്കും. പിന്നെ അവസാനം കുറച്ച് പുല്ല് വിടും കഴിക്കാൻ. അത് ബേ ബേ എന്ന് പറഞ്ഞിട്ട് പുല്ല് കഴിക്കും. ബുദ്ധി എത്രത്തോളം ഇല്ല. മൂഢോയം നാഭിജാനാതി ലോകോമാമജമവ്യയം. ഭഗവാൻ കൃഷ്ണൻ ഈ മൂഢ മനുഷ്യന്മാർ മൂഢനാണെന്ന് പറയുന്നത് കഴുത ആണെന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പോപ്പുലർ വേർഡ്. അപ്പോൾ ആ കഴുത ഒരു പ്രാവശ്യം ഒരു വ്യാപാരി കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി. എന്ത് ലോഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം കൈ എടുത്തിട്ട് ഒരു ശില്പി ശാസ്ത്രി ബ്യൂട്ടിഫുള്ളായിട്ട് ഭഗവാനുടെ വിഗ്രഹം ചെയ്തിരിക്കുന്നു. ഗുരുവായൂരപ്പനെ വിചാരിച്ചോളൂ, കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ വിഗ്രഹം നന്നായിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് പോകാനേ മാർക്കറ്റിൽ. ആ കഴുതയുടെ മുകളിൽ ഇട്ടു, നന്നായിട്ട് കെട്ടി. അപ്പോൾ ആ വിഗ്രഹം നിന്നോണ്ട് ഈ കഴുത അത് വെച്ചുകൊണ്ട് പോയി. എല്ലാവരും ഈ വിഗ്രഹത്തെ കണ്ടിട്ട് നമസ്കരിച്ചു. കഴുത വിചാരിച്ചു, എന്നെ നമസ്കരിക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞിട്ട്. കഴുതിനെ മനസ്സിലായില്ല, അത് കഴുതയാണല്ലോ, ഡോങ്കി, മൂടൻ. ഈ ആൾക്കാരെല്ലാം എന്നെ കണ്ടിട്ട് നമസ്കരിക്കുന്നു. അയ്യോ, എനിക്ക് അറിഞ്ഞില്ല ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചുകൊണ്ട് ഓരോരോ ഗ്രാമത്തിൽ നിന്ന് പോയിരുന്നപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ നമസ്കരിച്ചു. അതുമില്ല, എൻ്റെ എന്ത് പറയാം, വാട്ട് ഇസ് ഓണർ, വാട്ട് യു സേ, ഉടമസ്ഥൻ. എൻ്റെ ഉടമസ്ഥൻ എന്നെ ഒന്നും ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വേഗം പോകുന്നു, എല്ലാവരും നമസ്കരിക്കുന്നു. ഇതെന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ആ കഴുത വേഗം പോയി. എല്ലാ ഗ്രാമത്തിലും എല്ലാ സ്ഥലത്തും എല്ലാവരും. അപ്പോൾ എല്ലാവരും നമസ്കരിക്കുന്നവർ കുറച്ച് നിൽക്കും, ഇങ്ങനെ കാണും, താങ്ക് യു എന്തോ പറഞ്ഞിട്ട് പോയി. ആ കഴുതന് മനസ്സിലായില്ല അവരെല്ലാം നമസ്കരിക്കുന്നത് ഇവിടെ വിഗ്രഹം ഉണ്ട് എൻ്റെ മുകളിൽ, ആ വിഗ്രഹത്തെ കണ്ടാണ് നമസ്കരിക്കാൻ. അപ്പോൾ മാർക്കറ്റ് പ്ലേസ് എത്തി, എടുത്ത് ആ വിഗ്രഹത്തിന് കൊടുത്തു, കാശ് കിട്ടി. പിന്നെ ആ കഴുത തിരിച്ചു വരുന്നപ്പോൾ അടിച്ചുകൊണ്ട് വന്നു.
അപ്പോൾ അത് കണ്ടു, അയ്യേ ആരും നമസ്കരിക്കുന്നില്ല. അപ്പോൾ തിരിച്ചു പോകുന്നപ്പോൾ ആരും നമസ്കരിക്കുന്നില്ല, അടി മാത്രം കിട്ടുന്നു എനിക്ക്. ഇത് എന്താണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക്